വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളൊരു ഗ്രാസ് ട്രിമ്മർ പരിചയപ്പെടുത്താം കേട്ടോ. അപ്പോൾ നമ്മൾ പുതുതായിട്ട് വീട്ടിലേക്ക് വേണ്ടി വാങ്ങിച്ചതാണ്. അപ്പോൾ നാസി അത് കാണിച്ചു തരും എങ്ങനെയൊക്കെയാണെന്നുള്ളത്. അതെ, അപ്പം ഈ പ്രൊഡക്റ്റ് ബാറ്ററിയിൽ വർക്ക് ചെയ്യുന്നതാണ്. വലിയ വാറണ്ടിയും പരിപാടിയൊന്നും ഉള്ളതല്ല. നമ്മുടെ ഒരു ചെറിയ വീട്ടാവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ 2 ബാറ്ററിയാണ് വരുന്നത്. ഇതിന് ഒരു 3 മണിക്കൂർ വീതം ഇതിന് ചാർജ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ വരുന്നത് കുറേ ഇതിന് യൂസ് ചെയ്യാനുള്ള കുറേ ടൂൾസ്, ബ്ലേഡുകൾ, റോപ്പുകൾ, ടൈറ്റ് ചെയ്യാനുള്ള കുറച്ച് സാധനങ്ങൾ. പിന്നെ ഇത് ഒരു നമ്മുടെ ദേഹത്തേക്ക് തെറിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു. നമ്മളിതിൽ വലിയ നമ്മളത് യൂസ് ചെയ്തിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത് അല്ലേ? അതെ, ഇത് ഏറ്റവും വലിയൊരു ബ്ലേഡായിട്ട് വരുന്ന ഒരു ഭാഗം. പിന്നെ ഒരു ചാർജിങ് കേബിളുമാണ് ഇതിലുണ്ടാവുക. വേറെ വാറണ്ടി പരിപാടിയൊന്നുമില്ല. ഇത് ഗോൾഡൻ ബുള്ളറ്റ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ പ്രൊഡക്റ്റാണ്. ഗോൾഡൻ ബുള്ളറ്റ്. അപ്പം നമ്മൾ ഇത് പിന്നെ വന്നിട്ടുള്ള ഡീലർ തന്നെ വലിയൊരു എന്താ പറയുക ഗ്യാരണ്ടിയും പരിപാടിയൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് തന്നെ തന്നാണ്. നമ്മളെന്നും മറ്റേ വലിയ ടോട്ടലിലൊക്കെ ടൈപ്പ് വലിയ ഗ്രാസ് സിസേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തോണ്ടിരുന്നത്. അപ്പൊ അതിന് പക്ഷെ ഒരുപാട് ഇരുന്ന് ചെയ്യണം. നമുക്ക് വലിയൊരു ലോൺ ഏരിയ ഒന്നുമില്ല, പക്ഷെ 2 സൈഡിലായിട്ട് അത്യാവശ്യം ഇരുന്ന് ചെയ്യാന്ന് പറയുമ്പോൾ നല്ല ഹെർക്കുലിയസ് ടാസ്ക് ആണ്. അപ്പൊ അതൊന്ന് ഈസി ആക്കാൻ വേണ്ടിട്ട് ഇത് ചെയ്യാണ്. അപ്പൊ ഇതെങ്ങനെ ഫിറ്റ് ചെയ്യുന്നത് എന്താണെന്ന് നമുക്ക് അറിയില്ല. നമുക്ക് അറിയുന്ന പോലെ നമ്മൾ ഫസ്റ്റ് ട്രൈ ചെയ്യണം. അപ്പൊ എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. അതെ, ഇത് സക്സസ് ആണോ ഫെയിലിയർ ആണോ പോലും നമുക്ക് അറിയില്ല. അപ്പൊ ഒന്ന് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇങ്ങനെയാണെന്ന് വിചാരിക്കുന്നു റോജി. അല്ല, ടൈറ്റ് ചെയ്യാം. അത് കൈ നോക്കണം. ടൈറ്റ് ചെയ്യാനുള്ള സാധനമാണ്. അപ്പോൾ അത് ടൈറ്റ് ചെയ്തു. ഇത് നമുക്ക് ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ടുള്ള സാധനമാണ്. ഇത് ആ ബാക്കിലുള്ള ഈ ഒരു ഹോൾഡർ എന്ന് പറയുന്നത്. ഓക്കെ, ആ ലെങ്ത് കൂട്ടാൻ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അല്ല, ലെങ്ത് കൂട്ടാനില്ല. നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ പിടിക്കാനായിട്ടുള്ളതാണത്. ഇങ്ങനെ പിടിക്കണല്ലോ, അതിന് വേണ്ടിയിട്ടുള്ളതാണ്. ലെങ്ത് കൂട്ടാൻ നമ്മുടെ വാക്യൂം ക്ലീനറിനൊക്കെ ഉള്ളതുപോലെ ഇങ്ങനെയുണ്ട്. അത്യാവശ്യം ലെങ്ത് ഉണ്ട് അല്ലേ? അപ്പം എന്താ വെച്ചാൽ നമുക്ക് ഏകദേശം താഴെയുള്ള ഹൈറ്റ് എത്ര വേണമെന്നുള്ളത് ഏകദേശം. ഇതാണ് നേരത്തെ പറഞ്ഞ ഹോൾഡർ. അപ്പം ഇതിങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏത് ഹൈറ്റിലാന്നുള്ളത് കുറച്ചും കൂടെ ഇവിടെയും നമുക്കൊരു പിടുത്തം കിട്ടും, ഇതിൻ്റെ മുകളിലൊരു പിടുത്തം കിട്ടും. പിന്നെ ഇവിടെയാണ് ബാറ്ററി ചാർജ് ചെയ്യേണ്ടത്. ബാറ്ററി നമ്മൾ 2-3 ദിവസം മുമ്പ് ചെയ്ത് അതിനെ കൊണ്ട് ഒരുപാട് ചാർജ് ഉണ്ടാവും. നമ്മൾ എത്ര സമയം ഇട്ട് വെച്ചിട്ടുണ്ടായത്? 3 മണിക്കൂർ. ഓക്കെ, ഇനി ഈ ഹോൾഡറും പ്രസ് ചെയ്യുക, അതേപോലെ ഇതും പ്രസ് ചെയ്യുന്ന സമയത്താണ് ഇത് വർക്ക് ആവുക. ഓക്കെ, നോക്കി നോക്കാം. അധികം താഴെ പോകരുത് അല്ലേ? അധികം താഴെ പോകുമ്പോൾ പവർ കുറവല്ലോ, അപ്പം പെർഫോമൻസ് കുറയും. അതിൻ്റെതായ കുറവുകളൊക്കെ ഉണ്ടാവും. പുല്ല് തെറിക്കാതിരിക്കാൻ. നമ്മുടെ വലിയ കത്രിയും കൊണ്ട് ഹെഡ്സ് മാത്രം പിടിച്ചാൽ മതി. ഈ സൈഡ് മാത്രം പിടിച്ചാൽ മതി. അതൊന്ന് മാറ്റിയിട്ട് നമുക്ക് ചെയ്യാം.
ഇതിനെക്കാളും നന്നായിട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ പേടിയാണ് ഇതിൻ്റെ അടിഭാഗത്ത് ബ്ലേഡ്. അതെ, പിന്നെ നമുക്ക് അങ്ങനെ എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ടുള്ളൊരു ഇതാണ്. അല്ലെങ്കിൽ 2-3 തവണയൊക്കെ ചെയ്യുമ്പോൾ റെഡി ആവുമായിരിക്കും അല്ലേ? എന്തായാലും ഇതൊന്ന് കട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അതെ. അല്ല, വലുതായി നിൽക്കുന്നൊക്കെ റെഡിയാക്കാം. ശരിക്കും നമ്മളിത് കത്രിക വെച്ച് കട്ട് ചെയ്ത് എത്ര സമയം എടുക്കും? അതെ, ഈ ഒരു ക്ലീൻ. ഇനിയിപ്പം ഈ സെക്ഷനാണ് ചെയ്തിട്ട് നമുക്ക് നോക്കാം. ഇതിന്റെ എഡ്ജ് കട്ട് ചെയ്യാം, ഒന്ന് അടിച്ചു വാരി കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ഈ ഭാഗം ഇത്രയും കട്ട് ചെയ്തു കേട്ടോ. അപ്പം ഇങ്ങനെയുള്ള ഇനി ഇതിൻ്റെ എഡ്ജൊക്കെ ഒന്ന് കട്ട് ചെയ്ത്. എത്ര ടൈം എടുത്തിട്ടുണ്ടാവും? 5 മിനിറ്റ് ആയോ? 5 മിനിറ്റോ 7 മിനിറ്റിന്റെ ഉള്ളിൽ നമുക്ക് ഇത്ര ഏരിയ കഴിഞ്ഞു. അതെ. പക്ഷെ നമ്മളിത് കത്രിക കൊണ്ട് മാത്രം കട്ട് ചെയ്യുമ്പോൾ ഒരുപാട് സമയം എടുക്കലുണ്ട് കേട്ടോ. അപ്പം വെയിറ്റ്ലെസ് ആണ്. ഗ്യാരണ്ടി നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷെ ഞങ്ങൾ നമ്മുടെ പുല്ലിന്റെ ഒരു മുക്കാലല്ല, ലാസ്റ്റ് ഒരു 5-10 മിനിറ്റിനുള്ള ഭാഗം കൂടി എനിക്ക് കട്ട് ചെയ്യാൻ ബാക്കി. ആ സമയം ആയപ്പോഴാണ് ഒരു ബാറ്ററി. അപ്പൊ ശരിക്കും ടൈം കൊണ്ട് നോക്കിണ്ടായിരുന്നോ? ആ ഒരു ആദ്യം അത്ര സമയമായിട്ടുണ്ടോ? നമ്മൾ 3 മണിക്കൂർ ചാർജ് ചെയ്തിട്ടുള്ള ഒരു ബാറ്ററി അല്ലേ? നമ്മളെ പാരിജാതത്തിന്റെ ഷോട്ടിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല കേട്ടോ. പക്ഷെ നമ്മൾ വെറുതെ എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് ചെയ്യാണ്. അങ്ങനെ ചെയ്യുമ്പോൾ അതിൻ്റെ ബ്ലേഡ് കട്ടായി പോകും. അങ്ങനെയും ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. ഇതിങ്ങനെ ഇത്രയും സോഫ്റ്റായിട്ട് കട്ട് ചെയ്തു അല്ലേ? അതെന്താ പറയുക, ഗ്രൈൻഡ് ചെയ്യാന്ന്, ട്രിം ചെയ്യാം. ഓക്കെ, ഗ്രാസ് ട്രിമ്മർ എന്ന് പറഞ്ഞാൽ. അപ്പുറത്തെ സ്ഥലം കണ്ടിട്ട് എന്താണ് ആമി നിനക്ക് തോന്നുന്നത്? അപ്പുറത്തെ വശം ഇത് നമ്മൾ തുടങ്ങിയ ഭാഗമാണ്. അപ്പുറത്തെ സൈഡ് എന്താണ് അതിന്റെ? എന്തായാലും നമ്മൾ ഫസ്റ്റ് ടൈമാണ് അത് വെച്ച് കട്ട് ചെയ്യുന്നത്. നമ്മുടെ ഫസ്റ്റ് ടൈം ചെയ്താണ്. അങ്ങനെയുണ്ട്. കാടുവട്ടം പോയല്ലോ മുതൽ. ഇനി അബ്ബ നാളെ മുതൽ കാടുവട്ടം പോയല്ലോ. ഒരു ദിവസമല്ല, ഉച്ച വരെ ആവും നമ്മളിത് മറ്റേ കത്രിക വെച്ചിട്ട് കട്ട് ചെയ്ത് ഉണ്ടാക്കണമെങ്കിൽ. മിനിറ്റ് 10 മിനിറ്റ്. പക്ഷെ നന്നായിട്ടുണ്ട്. നമ്മളിവിടെ ചെയ്ത് ഏകദേശം ഇങ്ങനെ കേട്ടോ. നല്ല ഇതായിട്ടുണ്ട്. ചെറുതായിട്ടിത് കുഴപ്പമില്ല കേട്ടോ. മെഷീൻ ഉപയോഗിച്ച് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്.